ഇത്തവണ കുറച്ച് കോഴിക്കോടിൽ വെച്ചിട്ടുള്ള പരീക്ഷണമാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച നമ്മുടെ ഫിഷ് ട്രാപ്പിൽ. ഇതിനു മുമ്പ് കുറച്ച് ആട്ടയും മൈദയൊക്കെ കുഴച്ച് ചോറൊക്കെ കൂട്ടി കുഴച്ചാണ് വെച്ചിരുന്നത്. ഇതിൽ ഇറങ്ങിപ്പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിനു മുമ്പ് ഒരു ആരലിനെ കിട്ടി, ഒരു വരാലിനെ കിട്ടി. ഇതിനകത്ത് ആദ്യം ഞാനിത് തല്ലിപ്പൊളി സാധനമാണെന്ന് പറഞ്ഞാൽ ഇട്ടിരുന്നത്. സാധനത്തിന് ക്വാളിറ്റി തീരെയില്ല. ഞാൻ വേറെ നെറ്റ് മേടിച്ച്, ഫിഷിംഗ് നെറ്റ് മേടിച്ച് എൻ്റെ മണ്ടയിൽ കൂടെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ആ ചുവന്ന് കാണുന്നത്. ഞാൻ വേറെ ഫിഷ് നെറ്റ് മേടിച്ച് കെട്ടിയതാണ്. മറ്റേതിന് തീരെ സ്ട്രെങ്ത് ഇല്ല, മീൻ പൊട്ടിച്ചുകൊണ്ട് പോകും. പ്രാവശ്യം ലൊക്കേഷൻ ഒന്ന് മാറ്റിയാണ് ഇടുന്നത്. സംഭവം അങ്ങനെ വെള്ളത്തിലേക്ക് മെല്ലെ ഇട്ടു. എവിടെ പോയാലും നമ്മുടെ മീൻ പ്രേമി ജൊഹാൻ നമ്മുടെ കൂട്ടിൽ തന്നെ ഉണ്ടാവും. രാത്രിയായപ്പം ഇട്ടതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും കിച്ചും കൂടെ ഒന്ന് പോയി നോക്കി. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. സംഗതി പാളി, ഒന്നുമില്ലായിരുന്നു ഇതിനകത്ത്. കോഴിക്കോടിൽ അതുപോലെ തന്നെ കിടപ്പുണ്ടായിരുന്നു. കോഴിക്കോടിലിടുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ കോഴിക്കോടിൽ വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. ഏതായാലും സ്ഥലം മാറ്റി ഒന്നുകൂടെ കല്ലിനോട് ചേർത്തിട്ടിട്ട് പോയി. രാവിലെ അത് എടുക്കാൻ വേണ്ടി പോവാണിപ്പോൾ. ഓക്കെ മോനെ, അൺഎക്സ്പെക്റ്റഡ് സാധനങ്ങൾ അടിച്ചു കോഴിക്കോടിൽ. എനിക്കൊരു വ്ളാഞ്ഞിൽ ഈലിനെയായിരുന്നു വേണ്ടത്. പക്ഷെ കിട്ടിയത് 3 ആരലും 2 ഞണ്ടും ഉണ്ടായിരുന്നു അതിനകത്ത്. ഞണ്ട് നല്ല സൈസായിരുന്നു, ആരലും 3 സൈസായിരുന്നു. സാധാരണ നമ്മുടെ ഈ തോട്ടിൽ വലിയ മീനൊന്നും കാണാറില്ല. ഇപ്രാവശ്യം ഏതായാലും ഇഷ്ടം പോലെ മീനുണ്ട്. എനിക്ക് ഉടക്കുവലയിലും ഇതിലൊക്കെ ഇഷ്ടം പോലെ മീൻ കിട്ടിയത്. അവർ ആരെല്ലാം റോട്ടിലേക്ക് കൊണ്ടുപോയി റോട്ടിലേക്ക് ചാടി. അവനെ പിടിച്ച് തിരിച്ചിട്ടു. അടിയിലെവിടെയോ ഒരു ഹോളുണ്ട്. അവനെ പിടിച്ച്, ഇത് ആറിൽ കിടന്ന് വഴുകുന്നത് കാരണം പിടിച്ചിടാൻ വലിയ പണിയാണ്. റോഡിൻ്റെ നടുക്കാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ സാധനങ്ങൾ. ഇവിടെ കൊണ്ടുവന്നപ്പോൾ സച്ചു കിടന്ന് ഉറക്കമായിരുന്നു. അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് സാധനത്തിനെ കാണിച്ചു കൊടുത്തു. ചെക്കൻ ഹാപ്പി. ഇവനിപ്പോൾ ഇതിനെ വളർത്തണം. ഇതിനിപ്പോൾ തിന്നാനും തോന്നുന്നില്ല. കൊല്ലാനൊരു ഫിഷ്, തോട്ടുമീൻ കഴിക്കാനൊരു താല്പര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു. ഓൾറെഡി ഒരെണ്ണത്തെ കൊണ്ടുപോയി നമ്മുടെ താഴത്തെ മീൻകുളത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സൈസായിരുന്നു. വേണമെങ്കിൽ പൊരിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. 2 ഞണ്ടുണ്ടായിരുന്നു. ഞണ്ടിനെ തല്ലിക്കൊന്ന് ദൂരെ കളഞ്ഞു. അപ്പോൾ സച്ചിനൊരു ഫിഷ് ടാങ്ക് മേടിച്ചു. ഒരു അക്വേറിയത്തിൽ അവനെ ഇടണം എന്ന് പറയുന്നത്. എങ്ങനെ ഇതിനെ അക്വേറിയത്തിൽ വളർത്താൻ പറ്റുമെന്ന് അറിയില്ല. തൽക്കാലം അവനെ ടെമ്പററി ഷെൽട്ടറായ ഇതിനകത്തേക്ക് മാറ്റി. ഇനി ഇന്ന് പോയിട്ടൊരു അക്വേറിയം മേടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് സെറ്റാക്കി ഇവന്മാരെ 3 അതിനകത്തിട്ട് നോക്കണം. സർവൈവ് ചെയ്താൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണം കണ്ട് ഒരെണ്ണമെങ്ങാനും ചത്തു പോകണമെങ്കിൽ ഇവന്മാരെ താഴത്തെ മീൻകുളത്തിലേക്ക് തന്നെ തട്ടും.